ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു AI സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻറ്റ് ഏജൻറ്റിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ AI സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എൻഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സെൻഡ് ബോഡിക്കകത്തുള്ളിൽ നമ്മൾ എന്താണ് ഫീൽഡ് നെയിം നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുകയാണ്. ലണ്ടൻ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ റാഗിൽ പോയി ചെക്ക് ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ നമുക്കിവിടെ തരുന്നുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു AI സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻറ്റ് ഏജൻറ്റിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. N8 യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജെമിനി ഫയൽ സെർച്ച് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ UK, USA, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ UK നമ്മൾ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ UKയുടെ വിസ നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഒഫീഷ്യൽ PDF ഒന്ന് നോക്കി. ഇത് മോർ ദാൻ 100 പേജുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഫണ്ട് എത്ര കാണിക്കണം, ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാമോ, എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഉണ്ടാവും ഒരു പുതിയൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടുള്ള ഒരു AI ഏജൻറ്റിനെ നമുക്ക് ബിൽഡ് ചെയ്യാം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ജെമിനിയുടെ ഫയൽ സെർച്ച് ടൂളാണ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ റാഗ് സിസ്റ്റംസ് എന്താണെന്നും അതുപോലെ പൈൻകോൺ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ. ഒരു HR ഓട്ടോമേഷൻ ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റാഗ് എന്താണെന്നും എങ്ങനെയാണ് അത് ഒരു നമ്മൾ വെക്റ്റർ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്നതൊന്നും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈൻകോൺ പോലുള്ള വെക്റ്റർ ഡേറ്റാബേസസ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെയായിരുന്നു ഡേറ്റയെ ചങ്ക് ചെയ്തത്, അതുപോലെ തന്നെ എംബെഡിങ് ക്രിയേറ്റ് ചെയ്തത്, പിന്നെ പൈൻകോണിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ഈ ജെമിനി ഫയൽ സെർച്ച് API യൂസ് ചെയ്തിട്ട് ഗൂഗിൾ തന്നെ എന്ത് ഹാൻഡിൽ ചെയ്തോളും. ഈ ഒരു എന്താ പറയുക, ചങ്കിങ്ങും അതുപോലെ എംബെഡിങ്ങും ഇൻഡെക്സിങ്ങും സെർച്ചിങ്ങും എല്ലാം ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്തോളും. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു റാഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI ചാറ്റ് ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു AI സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻറ്റ് ഏജൻറ്റിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഒരു UKയുടെ തന്നെ ഒരു വിസ PDF നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ ഏജൻറ്റിൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ AI സ്റ്റഡി എബ്രോഡ് കൺസൾട്ടൻറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ട്രിഗർ മാനുവലി കൊടുക്കാം. വെൻ ക്ലിക്കിംഗ് എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്കത് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് ഒരു HTTP റിക്വസ്റ്റ് നോഡാണ്. അപ്പോൾ HTTP റിക്വസ്റ്റ് നോഡിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ പോസ്റ്റ് മെത്തേഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരു ഫയൽ സെർച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊരു ഫോൾഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എൻഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു empty ഫയൽ സെർച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള എൻഡ് പോയിൻറ്റ് ഇതാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് HTTP നോഡിൻ്റെ ഉള്ളിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മെത്തേഡ് പോസ്റ്റാണ്.
അപ്പോൾ ഞാനിവിടെ മെത്തേഡ് പോസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ URLും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് പാസ് ചെയ്യേണ്ടത് ക്വറി പാരാമീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് നമ്മുടെ കീയും അതിൻ്റെ വാല്യൂവും നമ്മൾ പാസ് ചെയ്യണം. കീ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗൂഗിളിൻ്റെ AI സ്റ്റുഡിയോയിൽ നിന്നോ ജെമിനിയിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, API കീ ഇവിടെ നിങ്ങൾ പാസ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് സെൻഡ് ബോഡിയാണ്. ബോഡി ത്രൂ നമുക്ക് പാസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ പേരാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് എന്താണോ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ നെയിം പാസ് ചെയ്യേണ്ടത് ആ ഒരു നെയിം നമ്മളിവിടെ പാസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വിസ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പാസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഇത്. ഇനി എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. വിസ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫയൽ സെർച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ നെയിം വിസ ഡോക്യുമെൻറ്റ്സ് എന്നാണ്. ക്രിയേറ്റ് ടൈമും അപ്ഡേറ്റ് ടൈമും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഡേറ്റ പിൻ ചെയ്ത് വെക്കുകയാണ്, കാരണം നമുക്ക് അടുത്ത സ്റ്റേജസിലേക്ക് ഈ നെയിം നമുക്ക് കോപ്പി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ്, എൻ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് പറ്റും. എപ്പോഴും പുതിയൊരു കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൽ യൂസ് ചെയ്യുന്ന URLs ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ആ ഓരോ മെത്തേഡ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൽ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം, എന്താണ് റിട്ടേൺ കിട്ടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എപ്പോഴും ഡോക്യുമെൻറ്റേഷനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ റീഡ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ മാക്സിമം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ഫോം ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു നോഡ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൺ ന്യൂ N8 ഫോം സബ്മിഷൻ നോഡാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഫോമിൻ്റെ ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, പിന്നെ ഫോമിന് വേണ്ട എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാം. ടൈപ്പ് നമുക്ക് ഫയൽ ടൈപ്പാണ്. മൾട്ടിപ്പിൾ ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്തെങ്കിലും ടൈപ്പ് ഓഫ് ദ ഫയൽ റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ അതും കൊടുക്കാം. ഓക്കെ, ഇനി ഇത് റിക്വയർഡ് ഫീൽഡ് ആണെങ്കിൽ റിക്വയർഡ് ഫീൽഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഫോം വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഫോം ഇവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു നോഡെന്ന് പറയുന്നത് ഈ ഒരു ഫയലിനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോഡാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടുത്തൊരു HTTP നോഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞ് ഇതിൻ്റെ നെയിം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇനി നമുക്ക് വേണ്ടത് മെത്തേഡ് പോസ്റ്റ് മെത്തേഡാണ് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു എൻ പോയിൻ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാം മെത്തേഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട എൻ പോയിൻ്റ് ഇതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു എൻ പോയിൻ്റ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു എൻ പോയിൻ്റ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് എന്താണ് ക്വറി പാരാമീറ്റേഴ്സ് സെൻഡ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, API കീയും കാര്യങ്ങളും ഇവിടെ പാസ് ചെയ്യുക. ഇനി ത്രൂ ബോഡി നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് നമ്മളുടെ ഫോം സബ്മിഷനിൽ നിന്ന് വരുന്ന ഡേറ്റയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഫോമിലൊരു ഫയലൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ, എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു UK ഗൈഡ് ലൈൻസ്, വിസ ഗൈഡ് ലൈൻസ് നമ്മൾ പോകുമ്പോഴത്തേക്കിനുള്ളത് ഞാനിവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഒരു എത്രയാണ് 107 പേജസ് ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫോം സബ്മിഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾക്ക് ഇവിടെയാണ് നമ്മുടെ ഈ ഡേറ്റ
നമ്മൾക്ക് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് ഈ ഡേറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുത്തത് നമ്മുടെ ബോഡി ത്രൂ സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബോഡി കണ്ടൻറ് ടൈപ്പ് നമുക്ക് N8N ബൈനറി ഫയലിൽ നിന്ന് ചൂസ് ചെയ്യുക. ഇനി ഇൻപുട്ട് ഡേറ്റ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫയലിന് ഇവിടെ നിങ്ങൾക്കൊരു പേര് കിട്ടും. ആ ഒരു പേരാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു ഫയൽ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഫയലിനെ നമ്മുടെ ഫയൽ സെർച്ച് സ്റ്റോറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു HTTP റിക്വസ്റ്റിനോട് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഇതിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു URL ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, ഫയൽ സെർച്ച് സ്റ്റോർസ് ഡോട്ട് ഇമ്പോർട്ട് ഫയൽ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ ഇമ്പോർട്ട്സ് എ ഫയൽ ഫ്രം ഫയൽ സർവീസ് ടു ദ ഫയൽ സെർച്ച് സ്റ്റോർ. അപ്പോൾ ഈ ഒരു URL ആണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കേർലി ബ്രേസസിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മളുടെ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ നെയിമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളിവിടെ ഇതിന് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ നെയിം നിങ്ങൾ ഓർക്കണ്ടാവും, ഈ ഒരു പേര്. അപ്പോൾ ഈ ഒരു പേരാണ് എടുത്ത് നമ്മളവിടെ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു URL കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മുടെ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ നെയിം നിങ്ങൾ കോപ്പി ചെയ്യണം. എന്നിട്ട് ഈ കേർലി ബ്രേസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു സ്റ്റോറിൻ്റെ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ നെയിം ആക്കി മാറ്റി കൊടുക്കണം. ഇനി എന്താണ് ക്വറി പാരാമീറ്റേഴ്സ് സെൻഡ് ചെയ്യുക. ഇത് ഇതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇതിൻ്റെ കൂടെ ബോഡിയിൽ സെൻഡ് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഈ ഒരു ഫയൽ നെയിം എന്നുള്ളത്. അപ്പം അതൊരു റിക്വയർഡ് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ദ നെയിം ഓഫ് ദ ഫയൽ ടു ഇമ്പോർട്ട് അതാണ് നമുക്കിവിടെ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മളിനി പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബോഡി സെൻഡ് ബോഡിക്കകത്തുള്ളിൽ നമ്മൾ എന്താണ് ഫീൽഡ് നെയിം നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുകയാണ്. നെയിം എന്താണ്, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നെയിം കൊടുക്കാം, ഫയൽ നെയിം എന്നുള്ളത്. ഓക്കെ, ഫയൽ _നെയിം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, നമ്മുടെ ഫയലിൻ്റെ പേരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയലിൻ്റെ പേര്. ഇവിടെ നമുക്കിതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, ഇനി ഒക്കെ ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എക്സിക്യൂട്ട് സ്റ്റെപ്പ് എന്നുള്ളത് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻ്റ് നമ്മുടെ ഫയൽ സെർച്ച് സ്റ്റോറിൻ്റെ ഉള്ളിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ അതിൻ്റെ ഡേറ്റാസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫയൽ സെർച്ച് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഫയൽ അപ്ലോഡ് ചെയ്തു, പിന്നെ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ പേരൊന്ന് ഞാൻ ചേഞ്ച് ചെയ്യാം, ഇമ്പോർട്ട് ഫയൽ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏജൻറ്റിനെ നമ്മൾ യൂഷ്വലി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചാറ്റ് മെസ്സേജ് റിസീവ് ചെയ്യുമ്പം ഈ ഒരു ഫയൽസിൽ നിന്നും റിട്രീവ് ചെയ്ത് ചാറ്റിന് റിപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻറ്റിനെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക്കായിട്ട് ഏജൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു മോഡൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ എയുടെ മോഡൽ, പിന്നെ മെമ്മറി കൊടുത്തിട്ടുണ്ട്, പിന്നെ റാഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഫയൽ സെർച്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്കിത് സേവ് ചെയ്തിട്ട് ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർ നമ്മളുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ എങ്ങനെയാണെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, ഹൗ മച്ച് മണി ഷുഡ് ഐ ഷോ ഇൻ ദ ബാങ്ക് അക്കൗണ്ട് വെൻ ഗോയിങ് ടു സ്റ്റഡി ഇൻ ലണ്ടൻ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ റാഗിൽ പോയി ചെക്ക് ചെയ്തിട്ട്
അതിനുള്ള റിപ്ലൈ നമുക്കിവിടെ തരുന്നുണ്ട്. Okay. അപ്പോൾ when going to you need to show that you have enough money to cover both your course fee and living cost. For living costന് എത്ര രൂപയാകും അങ്ങനെയുള്ള രീതിയിൽ കണ്ടോ എത്രയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോഴ്സും തരുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത നമ്മുടെ ഡോക്യുമെൻറ്റിൽ നിന്നുമുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ക്യാൻ ഐ വർക്ക് വൈൽ സ്റ്റഡിയിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മുടെ റാഗിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ആൻസർ തരാൻ വേണ്ടി. Okay, yes, you can work while studying in the UK, but there are specific conditions and limits on how many hours എന്ന് കൊടുത്തിട്ട് 20 hours per week ആണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിൽ അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 20 hours എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡേറ്റ കറക്റ്റായിട്ടാണ് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഐ ഡോണ്ട് ഹാവ് മണി ഇൻ മൈ അക്കൗണ്ട്. Is it enough to show money in my father's account? What documents are needed എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുള്ള ആൻസറും ഇവിടെ തന്നിട്ടുണ്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് മണി ഇൻ യുവർ അക്കൗണ്ട് ഇറ്റ്സ് അക്സെപ്റ്റബിൾ ടു ഷോ ദ റിക്വയർഡ് ഫണ്ട്സ് ഇൻ യുവർ ഫാദേഴ്സ് അക്കൗണ്ട്. പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിൽ നിന്നും PDF നിന്നും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 107 പേജുള്ള ഈ PDF ഇരുന്ന് നമ്മൾ വായിക്കുന്നതിന് പകരം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു AI അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ AI ചാറ്റ് അസിസ്റ്റൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതാണ്. ഇപ്പോൾ ഒരു വിസ കൺസൾട്ടൻ്റ് ഏജൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു യൂസ് കേസ് മാത്രമല്ല, ഏത് ഒരു സർവീസാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഏജൻസിനെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഹെൽപ്പർ ഏജൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേരള രജിസ്ട്രേഷൻ റൂൾസ്, ഇപ്പോൾ നമ്മൾ ഓരോ വസ്തു വാങ്ങുമ്പോഴും ആധാരം എഴുതുമ്പോഴും ഒക്കെയുള്ള കുറേ റൂൾസുകൾ ഉണ്ടാവുമല്ലോ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ടിട്ടുള്ള. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു മാനുവൽ ഇതുപോലുള്ളൊരു PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ഡൗട്ട്സും അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസേഴ്സൊക്കെ റിട്രീവ് ചെയ്തെടുക്കുന്ന ഏജൻറ്റിനെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇനി ഒരു ടെക് സപ്പോർട്ട് ഏജൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂസർ മാനുവൽസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കൊരു കാറിൻ്റെയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെയോ ഒക്കെ വലിയ മാനുവൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഏജൻസിനെ നമ്മൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള AI ഓട്ടോമേഷൻ ആൻഡ് AI ഏജൻറ്റ് ട്യൂട്ടോറിയൽസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.